ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡ് ഹോർലിക്സ് ആണ്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഹോർലിക്സ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഈ ഹോർലിക്സ് കൊടുക്കാറ്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹോർലിക്സ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് നട്ട്സ് വേണം. ഞാനിവിടെ ഒരു 15 ബദാം, അതുപോലെ 10 അണ്ടിപ്പരിപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നിലക്കടല ചേർക്കാം, വാൾനട്ട് ചേർക്കാം, ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. അപ്പോൾ ഈ ഒരു നട്ട്സിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഗോതമ്പ് പൊടിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി വറുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗോതമ്പ് പൊടി പെട്ടെന്ന് കരിഞ്ഞിട്ട് കളർ മാറിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടായിട്ട് നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിതിനെ വറുത്തെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി നന്നായി ചൂടായി ചെറുതായി ഒന്ന് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വറുത്തെടുത്ത ഗോതമ്പ് പൊടിയെ നമുക്ക് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും ഒന്നിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു വറുത്ത് വെച്ച ഗോതമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോർലിക്സ് റെഡിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു ഹോർലിക്സിന് 2 ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്ക ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർത്തിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പൊടിയിൽ 2 ഫ്ലേവർ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു പൊടിനെ ആദ്യം പകുതിയാക്കി എടുക്കാം. ഞാനൊരു ചെറിയ ബൗളിലേക്ക് പകുതി മാറ്റാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു പകുതിയിൽ കൊക്കോ പൗഡറും പകുതിയിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഈ ഒരു കൊക്കോ പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്ക നന്നായിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ലവണ്ണം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് ചെറുതായി മിക്സ് ആക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പാൽപ്പൊടിയും അതുപോലെ ഗോതമ്പ് പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇതുപോലെ നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പൊടിച്ചെടുത്ത പൊടിയെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടിയെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും തരി പോലെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പഞ്ചസാര പൊടിച്ചതിലും ചെറിയൊരു തരി പോലെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റാം. കണ്ടില്ലേ, ഇതിലെല്ലാം നമുക്ക് അരിച്ച് മാറ്റാം. ഇതുപോലെ നമുക്ക് ഏലക്ക ഫ്ലേവറിലുള്ളതും അതുപോലെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളതും അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഫ്ലേവർ പൊടിയും നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോർലിക്സ് തയ്യാറാക്കാം. നമ്മൾ സാധാരണ ഹോർലിക്സ് തയ്യാറാക്കുന്നത് പോലെയല്ല ഈ ഒരു നമ്മുടെ ഹോം മെയ്ഡ് ഹോർലിക്സ് തയ്യാറാക്കുന്നത്. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹോർലിക്സിൻ്റെ അത്ര ടേസ്റ്റ് നമുക്ക് എന്തായാലും ഈ ഒരു ഹോർലിക്സിന് കിട്ടില്ല. പക്ഷേ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പാല് തിളപ്പിച്ചിട്ട് ഈ തിളപ്പിച്ച പാലിലേക്ക് ഈ പൊടി ഇട്ടിട്ടാണ് വീണ്ടും തിളപ്പിക്കുന്നത്. നമ്മൾ സാധാരണ ഹോർലിക്സ് മിക്സ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പൊടിയിടും, അതിനുശേഷം തിളച്ച പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു ഹോർലിക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്.
അപ്പോൾ നമുക്ക് ഞാനിവിടെ 2.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാൽ തിളച്ച് വരുമ്പം കുറച്ച് പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഈ ഒരു പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മിക്സ് തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് ഈ ഒരു പാലൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ഹോർലിക്സിൻ്റെ ഈ ഒരു പൊടി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി മധുരം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള പൊടിയെല്ലാം ഇത് തയ്യാറാക്കി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഹോർലിക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.